LDF കൺവീനർ A. വിജയരാഘവൻ മാധ്യമങ്ങളെ കാണുന്നു. തത്സമയ സംരക്ഷണം. നമ്മൾ രാഷ്ട്രീയത്തിൽ ബി.ജെ.പിയും കോൺഗ്രസുമാണ്. ബി.ജെ.പിയെ നമ്മൾ ദേശീയ രാഷ്ട്രീയ സാഹചര്യത്തിൽ അധികാരഭ്രഷ്ടമാക്കുക എന്ന രാഷ്ട്രീയം മുന്നോട്ട് വെക്കുമ്പോൾ അതിൻ്റെ അർത്ഥം കേരളത്തിലെ ഈ ബി.ജെ.പിയോട് ഏറ്റവും കൂടുതൽ സൗഹൃദം പുലർത്തുന്ന പ്രവർത്തന ശൈലിയുള്ള അവസരവാദ സമീപനമുള്ള മതജാതി രാഷ്ട്രീയത്തിൻ്റെ പ്രചാരകന്മാരായ കോൺഗ്രസിനുമായി എന്തെങ്കിലും തമ്മിൽ അവരുടെ തകരാറുകളെ സംബന്ധിച്ച് കുറച്ച് കാണുക എന്ന് അർത്ഥമാക്കേണ്ടതില്ല. കോൺഗ്രസ് കേരളത്തിൽ കഴിഞ്ഞ 6 ദശകമായി അവർ പിന്തുടരുന്ന ഒരു രാഷ്ട്രീയ നിലപാടുണ്ട്. ആ രാഷ്ട്രീയ നിലപാട് കേരളത്തിൻ്റെ പൊതുമുന്നേറ്റത്തിനോ സാമൂഹിക വളർച്ചക്കോ സഹായകരമായതല്ല. ഇടതുപക്ഷത്തെ എതിർക്കുക എന്നുള്ള നിലയ്ക്ക് അതിന് ആരുമായും സഹകരിക്കുന്ന സമീപനമാണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം എല്ലാ കാലത്തും സ്വീകരിച്ചു പോന്നിട്ടുള്ളത്. മാർക്സിസ്റ്റ് വിരുദ്ധതയിൽ അടിത്തറ ഉറപ്പിച്ച ഒരു കോൺഗ്രസ് നേതൃത്വമാണ് കേരളത്തിലുള്ളത്. സ്വാഭാവികമായിട്ടും UDF-നെ പരാജയപ്പെടുത്തുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലയാണ്. UDF തോൽക്കേണ്ടത് ഇന്നത്തെ സാഹചര്യത്തിൽ വളരെ അത്യാവശ്യമായൊരു കാര്യമാണ്. ഇന്ത്യയിൽ ഇടതുപക്ഷ മുന്നേറ്റം, കേരളത്തിൽ നിന്ന് കൂടുതൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ വിജയിക്കുക എന്നത് തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള രാഷ്ട്രീയത്തിൽ ഗുണപരമായ പരിവർത്തനം ഉണ്ടാക്കാൻ ഇടതുപക്ഷത്തിൻ്റെ ഇടപെടൽ സാധ്യതയെ വലിയ തോതിൽ വർദ്ധിപ്പിക്കുന്നുണ്ട്. ആ കാഴ്ചപ്പാടോടുകൂടിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിൻ്റെ തിരഞ്ഞെടുപ്പ് പരികൽപ്പനയെ കാണുന്നത്. അതിൽ സവിശേഷത എന്തെങ്കിലും ഉണ്ടോ? LDF കൺവീനർ A. വിജയരാഘവൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. അതിന്റെ തത്സമയ സംരക്ഷണം.